ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. നമ്മുടെ ഋതിക ആ ക്യാബിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ ആലോചിക്കുവാണ്. രാധമ്മ പറഞ്ഞത്, നീ എന്തിനാടി എൻ്റെ മോൻ്റെ പിന്നാലെ ഇങ്ങനെ വരുന്നത്? നിനക്ക് പോയി ചത്തുകൂടേടി. അപ്പോൾ രാജു പറഞ്ഞത്, ദൈവമാണ് ഇവളെ എൻ്റെ മുന്നിൽ എത്തിച്ചത്, എന്നെക്കൊണ്ട് നേരിട്ട് കണക്ക് ചോദിപ്പിക്കാൻ. എൻ്റെ ദൈവമേ, എന്നോട് ഇത്രയധികം വെറുപ്പും പകയുമുള്ള രാജുവിനോടൊപ്പം ഒരു വർഷം ഒരു ഓഫീസിലിരുന്ന് എങ്ങനെ ഞാൻ ജോലി ചെയ്യും? അപ്പോൾ അവിടെ ക്യാബിലിരിക്കുന്ന ഫോണിലോട്ടൊരു ഫോൺ കോൾ വരുന്നുണ്ട്. ഋതിക ഫോൺ അറ്റൻഡ് ചെയ്യുമ്പോൾ, ഞാൻ റോഷ്നിയാണ് എന്ന് ഗൗരവത്തിൽ റോഷ്നി പറയുക. രാജുവും രാധമ്മയും നിന്നെ വഴക്ക് പറഞ്ഞപ്പോഴേ ഞാനും ഉണ്ടായിരുന്നു അവിടെ. എന്താ ഋതികയെ, ഞാൻ അന്നേരം മുതൽ ശ്രദ്ധിക്കുക. തൻ്റെ മുഖത്തിനൊരു തെളിച്ചമില്ലല്ലോ. ഏയ് ഒന്നുമില്ല മാഡം, അത് വെറുതെ, എല്ലാം എനിക്കറിയാം. പക്ഷേങ്കിലേ കാര്യങ്ങൾ ഇപ്പൊ പഴയതുപോലെയൊന്നും അല്ല. താൻ പുറത്തൊരു ബോർഡ് കണ്ടില്ലായിരുന്നു, RR. ഞാൻ കണ്ടു. എന്നാലേ അത് ഋതിക രാജു എന്നുള്ള ഷോർട്ട് ഫോം അല്ല, റോഷ്നി രാജു. അതാണ് അതിന്റെ ഫുൾ ഫോം. അത് താൻ മറക്കണ്ട. തൻ്റെ അച്ഛൻ പ്രതാപവർമ്മയെ രാജുവിനെ ചവിട്ടി പുറത്താക്കിയപ്പോൾ രാജുവിന് പുതിയ ജീവിതം കൊടുത്തത് എൻ്റെ അച്ഛന്. അതുപോലെ തന്നെ നിന്റെ അച്ഛൻ രാജുവിനെ ചവിട്ടി പുറത്താക്കിയ നിമിഷം മുതൽ രാജുവിന്റെ മനസ്സിൽ നീയും മരിച്ചു. അങ്ങനെ ആ ചാപ്റ്റർ ക്ലോസ്. ഇനി അത് റീഓപ്പൺ ചെയ്യാൻ നീ ശ്രമിക്കരുത്. അങ്ങനെ എങ്ങാനും നീ ശ്രമിച്ചാൽ ഈ റോഷിനി ആരാണെന്ന് നീ ശരിക്കും അറിയും. അപ്പോൾ ഋതികെ, ഞാൻ ഒരിക്കൽ കൂടി പറയാ, RRന്റെ ഫുൾ ഫോം നീ മറക്കണ്ട എന്ന് പറഞ്ഞ് റോഷിനി ഫോൺ അങ്ങ് കട്ട് ചെയ്തു. ഋതിക ഇങ്ങനെ സങ്കടത്തോടെ നോക്കുമ്പോൾ നമ്മുടെ സ്വാമി അങ്ങോട്ട് വരുന്നുണ്ട്. സ്വാമി ചോദിക്കുക, ആരാ മോളെ വിളിച്ചത്? അത് റോഷ്നി മേഡം. അതെ, നമ്മുടെ ബോസിനെ കെട്ടാൻ നോക്കി നടക്കുക അവള്. അതിനിത്തിരി പുളിക്കും. ബോസ് ആ ലണ്ടനിലുള്ള ഏതെങ്കിലും മദാമയെ കെട്ടു. നമ്മുടെ ബോസേ സായിപ്പനെ പോലെ വെളുത്ത് നല്ല സുന്ദര കുട്ടപ്പനായിട്ടല്ലേ ഇരിക്കുന്നത്. പിന്നെ മുടി മാത്രം അല്പം കറുത്തുപോയി. അതൊരു വലിയ വിഷയമൊന്നുമല്ല. അയ്യോ, ഞാൻ വന്ന കാര്യം അങ്ങ് വിട്ടുപോയി. കുട്ടി ഒരു കാര്യം ചെയ്യണം. പുതിയതായി ജോയിൻ ചെയ്ത എല്ലാ സ്റ്റാഫുകൾക്കും ഒരു തുക അഡ്വാൻസായി നൽകുമെന്ന് ബോസ് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കുട്ടി ഈ ഫോമില് കുട്ടിയുടെ ബാങ്ക് അക്കൗണ്ടും നമ്പരും ബാക്കി ഡീറ്റെയിൽസും ഫില്ല് ചെയ്ത് തിരിച്ചു തരണം. ഇത് ഫില്ല് ചെയ്ത് തിരിച്ചു തന്നാൽ ഉടനെ തന്നെ കുട്ടിയുടെ അക്കൗണ്ടിലോട്ട് തുക ക്രെഡിറ്റ് ആവും. നമ്മുടെ ബോസേ നല്ല മനുഷ്യനല്ലേ. ജോലി ചെയ്ത് തീർന്നിട്ടല്ല ഇവിടെ ശമ്പളം കൊടുക്കുന്നത്. ജോലി ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ശമ്പളം കൊടുക്കും. അങ്ങനെ ഒരാൾ നമ്മളോട് ചെയ്യുമ്പോൾ നമുക്ക് അയാളെ ചതിക്കാൻ തോന്നുമോ? ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യും. അതാണ് നമ്മുടെ ബോസിന്റെ ബിസിനസ് ടെക്നിക്ക്. അതാണ്ട് കുട്ടി ഇത് ഫില്ല് ചെയ്തിട്ട് എന്നെ തിരികെ ഏൽപ്പിക്കണേ എന്ന് പറഞ്ഞ് സ്വാമി അവിടുന്ന് പോയി. ഈ സമയം ജോലി അന്വേഷിച്ച് പോയ പ്രതാപന് ജോലി ഒന്നും ശരിയായില്ല. പ്രതാപൻ ഇങ്ങനെ വിഷമിച്ച് നടന്നു വരിക. മോൾ ഇന്റർവ്യൂവിന് പോയിട്ട് എന്തായോ എന്തോ. മോളെ അവർ സെലക്ട് ചെയ്ത് കാണുമോ? എന്തായാലും മോൾ ഇന്റർവ്യൂ നന്നായിട്ട് പെർഫോം ചെയ്തിരിക്കും. ഒരു വേക്കൻസി ഉണ്ടെങ്കിൽ 100-200 പേരാണ് വരുന്നത്. അതുകൊണ്ട് പെർഫോമൻസ് മാത്രം പോരാ, ഭാഗ്യവും വേണം. പിന്നെ ഫാഷൻ ഡിസൈനിങ് കമ്പനി ആയതുകൊണ്ട് ചിലപ്പോൾ കൂടുതൽ ആൾക്കാരെ എടുക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും മോളെ ഒന്ന് വിളിച്ചു നോക്കാം എന്നിങ്ങനെ പ്രതാപൻ ചിന്തിക്കുന്ന അതേ സമയം നമ്മുടെ ഋതികയും ചിന്തിക്കുക, അഭിമാനിയായി എൻ്റെ അച്ഛനോട് ഇവിടെ നടന്ന സംഭവങ്ങളൊക്കെ എങ്ങനെ ഞാൻ ചെന്ന് പറയും? ഇതൊക്കെ അറിഞ്ഞാൽ പിന്നെ അച്ഛൻ എന്നെ ജോലിക്ക് പോകാൻ സമ്മതിക്കത്തില്ല. ആ സമയം പ്രതാപൻ ഋതികയുടെ ഫോണിലോട്ട് വിളിക്കുന്നുണ്ട്. അയ്യോ, അച്ഛനാണല്ലോ വിളിക്കുന്നത്. ആ മോളെ, ഇന്റർവ്യൂ എന്തായി? ആ ഇന്റർവ്യൂ കഴിഞ്ഞാ ഞാൻ സെലക്റ്റായി, എനിക്ക് ജോലി കിട്ടി, ഞാനിപ്പോൾ ജോലിയില്ല. അതെന്താ മോളെ ഇന്റർവ്യൂ സെലക്റ്റായി ജോലി കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് മൂക്കൊരു സന്തോഷമില്ലാത്തത്? എങ്ങനെ അച്ഛനോട് ഈ സംഭവം പറയും? ഇല്ലച്ചാ, അച്ഛന് തോന്നിയതായിരിക്കും. മോളെ, മോക്ക് ആ ജോലി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മോളിങ്ങി പോരെ, നമുക്ക് വേറൊരു ജോലി അന്വേഷിച്ച് കണ്ടെത്താം. അയ്യോ വേണ്ടച്ചാ, ഞാൻ ഓക്കെയാ. ഈ സമയം രാജുവും രാധമ്മയും പ്രിയയും നമ്മുടെ സ്വാമി എല്ലാം കൂടെ കാറിലിങ്ങനെ വന്നുകൊണ്ടിരിക്കുക. രാധമ്മ വലിയ ദേഷ്യത്തിൽ രാജുവിനോട് പറയാം, ഞങ്ങൾ നിനക്ക് വേണ്ടിയാ ഭക്ഷണമെല്ലാം റെഡിയാക്കിക്കൊണ്ട് വന്നത്, എന്നിട്ട് നീ കഴിക്കാത്തത് വളരെ മോശമായി പോയി. എങ്ങനെ രാജു കഴിക്കും? ഈ രാധമ്മയ്ക്ക് അത് വല്ലതും അറിയാവോ? അവൻ്റെ പ്രാണന്റെ പ്രാണനെയാണ് അവിടെ വെച്ച് എല്ലാവരുടെ കൊത്തി നുറുക്കിയത്. അത് സഹിക്കുവോ അവന്? എനിക്ക് വിശപ്പില്ലായിരുന്നമ്മേ, എന്തെല്ലാം കറികളാ നിനക്ക് വേണ്ടി ഞങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വന്ന് അറിയാവോ? പ്രിയയെ ഏറ്റുപിടിക്കുക. അതേ രാജു, കഷ്ടമുണ്ട് കേട്ടോ. ഈ രാധമ്മയും പ്രിയയും ഈ മീനുകളൊന്നും കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല. അതൊക്കെ കണ്ടപ്പോഴേ രണ്ടിൻ്റെ ഇളക്കം കണ്ടില്ലേ? രാജു മനസ്സിൽ പറയാം, എങ്ങനെ ഞാൻ കഴിക്കും? എൻ്റെ ഋതിക അവിടെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ എനിക്ക് എങ്ങനെ ഭക്ഷണം ഇറങ്ങും? രാധമ്മയുടെ അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. വേണുവേട്ടൻ അപ്പോഴേ പറഞ്ഞതാ അവൻ ഏതെങ്കിലും വലിയ ഹോട്ടലിൽ പോയി ഭക്ഷണം മേടിച്ച് കഴിക്കുമെന്ന്. അപ്പോൾ ഞാനാ പറഞ്ഞ് അവൻ നാട്ടിൽ കുറച്ച് ദിവസമല്ലേ ഉള്ളു, 3 നേരം വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കട്ടെ എന്ന്. അല്ലെങ്കിലും അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണമൊന്നും ഇപ്പം നിനക്ക് ഇഷ്ടമല്ലല്ലോ. ഞാൻ വേണുവേട്ടനോട് പറയാറുണ്ട്, ലണ്ടനിലെ സായിപ്പന്മാരുടെ ഭക്ഷണമേ നിനക്ക് പിടിക്കുമെന്ന്. രാധമ്മേ, ഇത്രയ്ക്കങ്ങ് പൊങ്ങല്ലേ. രാജു വേണുഗോപാലിന്റെ മകൻ തന്നെയാണ്. രാജുവിന് ഒരു മാറ്റവും ഇല്ല. അമ്മ വിഷമിക്കേണ്ട. ഇനി മടങ്ങി പോകുന്നത് വരെ ഞാൻ അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണമേ കഴിക്കൂ.
പ്രതാപൻ ഋതിയോട് ചോദിക്കുന്നു, മോള് ഭക്ഷണമൊക്കെ കഴിച്ചച്ചാ ഇന്ന് കമ്പനിയിലെ പുതിയ ബോസിന്റെ വക ട്രീറ്റ് ഉണ്ടായിരുന്നു. സങ്കടത്തോടെ ഋതിയ പറയാ, വയറ് നിറയെ കഴിച്ചച്ചാ. അയ്യോ അച്ഛൻ കഴിച്ചോ? ആ ഞാനും കഴിച്ചു മോളെ, ഞാനിവിടെ അടുത്തൊരു സുഹൃത്തിനെ കാണാൻ പോയിരുന്നു. പ്രതാപനും കള്ളമാണ് പറയുന്നത്. അവൻ എന്നെ ഒരുപാട് നിർബന്ധിച്ച്, അപ്പോൾ ഞാനും അങ്ങ് കഴിച്ചു. അച്ഛനും മോളും പരസ്പരം അങ്ങനെ കള്ളം പറയുവാണ്. കുറെ നാളുകൾക്ക് ശേഷമാ സുഹൃത്തിനെ കണ്ടത്. കൂടുതൽ സംസാരിക്കാൻ പ്രതാപന് പറ്റുന്നില്ല, സങ്കടം വരുന്നുണ്ട്. കാരണം സുഹൃത്തിൽ നിന്ന് കിട്ടിയ അപമാനമൊന്നും പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ പ്രതാപൻ ഫോൺ കട്ട് ചെയ്തിങ്ങനെ നടക്കുക. അപ്പോൾ പരിചയക്കാരൻ ഒരുത്തൻ, സാറെന്താ ഇതുവഴി? എൻ്റെ കാറും ഡ്രൈവറും ഒന്നും ഇല്ലേ? ഓ ഇല്ല, ഞാൻ വെറുതെ ഒന്ന് നടക്കാൻ ഇറങ്ങിയതാ. അയ്യോ സാറിന് എവിടെ പോകണമെന്ന് പറഞ്ഞാൽ മതി, എൻ്റെ വണ്ടിയുണ്ട്, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. അയ്യോ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നടക്കുന്നത് നല്ലതല്ലേ എന്നിങ്ങനെ പ്രതാപൻ സങ്കടത്തോടെയാണ് പറയുന്നത്. അയാൾക്ക് മനസ്സിലാകുന്നു, സാറിൻ്റെ വാർത്തകളൊക്കെ ചാനലിൽ കൂടി ഞാനും കണ്ടതല്ലേ, അതൊക്കെ ചാനലുകാർ ഓരോ കഥകളുണ്ടാക്കുന്നല്ലേ. സാർ എന്നോട് ഒന്നും ഒളിക്കണ്ട. സാറിൻ്റെ വീട് നഷ്ടപ്പെട്ടതും ആ വീടിൻ്റെ ഔട്ട് ഹൗസിൽ സാറും സാറിൻ്റെ കുടുംബവും താമസിക്കുന്നതൊക്കെ ഞാൻ അറിഞ്ഞു. ഇപ്പോഴെനിക്ക് സാറിനെ സഹായിക്കണമെന്നുണ്ട്, പക്ഷെ എൻ്റെ കാര്യം ഇപ്പോൾ വളരെ മോശമാണ്. അയ്യോ ശങ്കരൻ കരുതുന്ന പോലെ അത്ര വലിയ പ്രശ്നമൊന്നും ഇല്ല എനിക്കിപ്പോ. പ്രശ്നങ്ങളുടെ നടുവിലാണ് പ്രതാപൻ എന്ന് അയാൾക്ക് മനസ്സിലായി. അയാൾ പറയാ, സാർ എന്നോടൊന്നും ഒളിച്ചു വെക്കല്ലേ, എനിക്കെല്ലാം മനസ്സിലായി. അത്യാവശ്യത്തിന് വേണമെങ്കിൽ 5000 10,000 വേണമെങ്കിൽ ഞാൻ എവിടുന്നെങ്കിലും മറിച്ചു തരാം. അയ്യോ വേണ്ട ശങ്കര, അങ്ങനെ ചോദിച്ചു തന്നെ എനിക്ക് വളരെ സന്തോഷം. എനിക്ക് അല്പം തിരക്കുണ്ട്, ഞാനെന്നാ പോകട്ടെ എന്നും പറഞ്ഞ് പ്രതാപൻ അവിടെ നിന്ന് പോവുക. ശങ്കരൻ അവിടെ നിന്നുകൊണ്ട് പറയാം, എന്ത് ഒരു തിരക്കുമില്ല, കോടീശ്വരനായ ആളിന്റെ ഒരു സ്ഥിതി കണ്ടോ, ഒരു വെയിലത്താ നടക്കുന്നത്, ചോദിച്ചാ പറയുന്നതോ വ്യായാമമാണെന്ന്. ഋതിക അവിടെ നിന്ന് ഓരോന്ന് ചിന്തിച്ചു കൂട്ടുക. നഷ്ടപ്പെട്ട പ്രോപ്പർട്ടി എല്ലാം തിരിച്ചു പിടിക്കണം. എൻ്റെ അച്ഛനെ ഈ സ്ഥിതിയിൽ എനിക്ക് കാണാൻ വയ്യ. അച്ഛൻ്റെ മനസ്സ് നീറി പുകയുവാണെന്ന് എനിക്കറിയാം. അതെ, നീറി പുകയുക തന്നെയാണ്. അച്ഛനും മോളും കുറച്ചൊന്നും അല്ലല്ലോ നെകളിച്ചത്. ആരോടും പറയാതെ സ്വന്തമായ തീരുമാനവും എടുത്തിയാട്ടും. അതല്ലേ ഋതിക നിനക്കിങ്ങനെ വന്നത്. രാജു ആരാണെന്ന് എന്താണെന്ന് നിനക്ക് നന്നായിട്ട് അറിയായിരുന്നു. ആ ഫ്രോഡ് അംബികയുടെ വാക്ക് കേട്ടോണ്ട് നീ ആ സ്വത്തുക്കളൊക്കെ എഴുതി കൊടുക്കുന്നതിന് മുമ്പ് ഒരു വാക്ക് നീ ആ രാജുവിനോടൊന്ന് ചോദിച്ചിരുന്നെങ്കിൽ നിനക്ക് ഈ ഗതി ഇന്ന് വരുമായിരുന്നോ? എൻ്റെ അച്ഛനെ എനിക്ക് പഴയ അവസ്ഥയിലോട്ട് കൊണ്ടുവരണം. രാധമ്മയും പ്രിയ ഇങ്ങനെ നെകളിച്ചിങ്ങനെ കാറിലിരിക്കുക. രാജുവാണെങ്കിൽ ഭയങ്കര ചിന്തയില. അവൻ്റെ മനസ്സ് മുഴുക്കി അവൻ്റെ ഋതികയുടെ അടുത്താണ്. കാറിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുവാണ്. ആ സമയത്ത് നമ്മുടെ പ്രതാപൻ ഇങ്ങനെ നടന്നു വരിക. ആ റോഡിൽ കുറച്ച് ചെളിയും വെള്ളമുണ്ട്. ആ ഡ്രൈവർ അറിയാതെയാണെന്ന് തോന്നുന്നു ചെളി തെറിപ്പിച്ച് പ്രതാപൻ്റെ ദേഹത്തോട്ട്. പ്രതാപനിട്ടിരിക്കുന്ന വെള്ള വേഷ്ടിയിലും വെള്ള ഷർട്ടിലും നിറയെ ചെളിയായി. അത് കണ്ടുകൊണ്ട് പ്രിയയും രാധമ്മയും ഭയങ്കര അട്ടഹാസത്തോടെ ചിരിക്കുവാണ്. രാജു ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ അത് പ്രതാപന്. പെട്ടെന്ന് രാജു ഡ്രൈവറോട് പറഞ്ഞു, ആ വണ്ടി അങ്ങോട്ടൊന്ന് ഒതുക്കിക്കേ. ഡ്രൈവറോട് ചൂടാവുക, തനിക്കൊന്ന് അല്പം ശ്രദ്ധിച്ചുകൂടെയിടൂ. രാജു ആ കണ്ണാടിയിൽ കൂടെ നോക്കുമ്പോൾ പ്രതാപൻ ആ ചെളിയൊക്കെ ഇങ്ങനെ തുടയ്ക്കുവാണ്. രാജു പെട്ടെന്ന് ഡോറ് തുറന്ന് ഇറങ്ങാൻ നോക്കുമ്പോൾ, പ്രിയ നീ എന്ത് ചെയ്യാൻ പോവാടാ? അല്ല, വർമ്മസാറിന്റെ ദേഹത്ത് ചെളി തെറിച്ചു, അതിന് നിനക്കെന്ത് വേണം? നീ എന്ത് ചെയ്യാൻ പോവാ? അയ്യോ അത് മോശമല്ലേ ചേച്ചി. ഉടനെ രാധമ്മ, ഒരു മോശമില്ലടാ, അയാൾക്ക് അങ്ങനെ തന്നെ വേണം. രാധമ്മേ, ഇത് ഒരുപാട് അഹങ്കാരം തലയ്ക്ക് മേളിക്കേറി. ഇതിനുള്ള തിരിച്ചടി നിനക്ക് മിക്കവാറും ഉടനെ കിട്ടും. ഇതുപോലെ ഇളകിയ അംബികയുടെ സ്ഥിതി നീ കണ്ടല്ലോ, എന്നിട്ടാണോ നീ ഇത്രയ്ക്കധികം അഹങ്കരിക്കുന്നത്? പ്രിയ പറയുക, അയാളുടെ ദേഹത്ത് ചെളിയല്ല തെറിപ്പിക്കേണ്ട, ചാണകവെള്ളം. അത് കേട്ടപ്പോൾ സന്തോഷത്തോടെ രാധമ്മ ഇരുന്ന് ചിരിക്കുക. നീ അവിടെ അടങ്ങി ഒതുങ്ങി ഇരിക്കടാ, നിന്റെ ഒരു സിമ്പതി. ഇതൊക്കെ സ്വാമി ശ്രദ്ധിക്കുന്നു. അയാൾക്കും തീരെ ഇഷ്ടപ്പെടുന്നില്ല ഈ അമ്മയുടെയും മോടെ ഈ പൊങ്ങച്ചം. ഇതാടാ രാജു നിന്റെ കുഴപ്പം. പണ്ട് അയാൾ നിന്നെ ആട്ടി ഇറക്കിയതൊക്കെ നീ അങ്ങ് മറന്നോടാ. അമ്മേ, എടാ അവള് പറഞ്ഞതാടാ ശരി. നീ ഡ്രൈവറോട് വണ്ടി എടുക്കാൻ പറ. എന്താ അയാൾക്ക് കണ്ണില്ലേ? റോഡിൽ കൂടെ നടക്കുമ്പോൾ നോക്കി നടക്കണം, അല്ലെങ്കിൽ ഇതുപോലെയൊക്കെ സംഭവിച്ചെന്നിരിക്കും. രാജു മോനെ, അമ്മയോടുള്ള ബഹുമാനവും ഭക്തിയും സ്നേഹവും ഒക്കെ നല്ലതാ, പക്ഷേ അമ്മയുടെ ഈ അഹങ്കാരത്തിന് നീ കൂട്ടു നിൽക്കരുത്. നീ ഒരാണല്ലേ. നിന്റെ മനസാക്ഷിക്ക് നിരക്കാത്ത സംഭവങ്ങൾ കണ്ടപ്പോൾ നിനക്കത് പ്രതികരിക്കാൻ വയ്യേ? നിനക്കൊന്ന് സ്വന്തമായ ഒരു തീരുമാനമില്ലേ? ആ സ്വാമി മനസ്സിപ്പറ, ഈ രാജു സാറിൻ്റെ അമ്മയും പെങ്ങളും നല്ല വിഷവിത്തുക്കളാണല്ലോ. രണ്ടിനെയും സൂക്ഷിക്കണം. സാറേ, ഞാനെന്നാ ഇവിടെ ഇറങ്ങിക്കോട്ടെ എന്ന് സ്വാമി പറയുക. എനിക്കൊരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു. രാധമ്മ ഉടനെ, എടോ തൻ്റെ വീടെന്താ ഇവിടെ അടുത്താണോ? അതുകൊണ്ടൊന്നുമല്ല, എനിക്കിവിടെ ഇറങ്ങേണ്ട വേറൊരു കാര്യമുണ്ട്. സ്വാമി അങ്ങനെ ഒരു കുപ്പി വെള്ളം എടുത്തോണ്ട് നടന്നങ്ങോട്ട് പോവുകയാണ്. പ്രതാപനാണെ അവിടെ നിന്നുകൊണ്ട് കൈകൊണ്ടിങ്ങനെ ആ ചെളി ഇങ്ങനെ തട്ടിത്തട്ടി വിടുക. എടോ വണ്ടി എടുക്കടോ. രാധമ്മ അലറിയൊരു പറച്ചിൽ. പെട്ടെന്ന് ഡ്രൈവർ വണ്ടി അങ്ങെടുത്ത്.
അയ്യോ അമ്മേ എന്നൊക്കെ വിളിക്കുന്നെങ്കിലും രാധമ്മ ഒന്നും അനങ്ങുന്ന പോലുമില്ല. നമ്മുടെ സ്വാമി ഓടിയ വെള്ളവും കൊണ്ടുവന്ന് പ്രതാപന്റെ കൈ കൊടുത്തിട്ട്, സാറേ ദാണ്ടിതാ വെള്ളം. പ്രതാപൻ താങ്ക്സ് പറഞ്ഞ് വെള്ളം കൊണ്ട് ആ ചെളിയൊക്കെ ഇങ്ങനെ കഴുകുവാണ്. എന്നിട്ട് പറയുന്നു, എൻ്റെ ശ്രദ്ധക്കുറവുകൊണ്ടാ, ഞാൻ അവിടെ ചെളിയുണ്ടെന്ന് ശ്രദ്ധിച്ചില്ലായിരുന്നു. എങ്കിലും തങ്ങൾക്ക് വെള്ളം കൊണ്ട് തരാൻ തോന്നിച്ചതിൽ വളരെ സന്തോഷവും വളരെ നന്ദിയുമുണ്ട്. അയ്യോ സാറേ, ശരിക്കും ഇത് തന്നത് ഞാനല്ല, എൻ്റെ ബോസാ. പുള്ളി നല്ലൊരു മനുഷ്യനാ. പ്രതാപൻ ചോദിക്കുക, നിങ്ങളുടെ ബോസിന്റെ പേരെന്താ? ആർ രാജു. RVM എന്നാ എല്ലാരും വിളിക്കുന്നത്. സാർ വലിയ ബിസിനസ്മാനാണ്. വിദേശത്താണ് കൂടുതൽ ബിസിനസ്സും. നാട്ടിലങ്ങനെ വരാറൊന്നുമില്ല. അയ്യോ, താങ്കൾ വന്ന കാറങ്ങ് പോയല്ലോ. ഓ, അത് സാരമില്ല, ഞാനൊരു ടാക്സി പിടിച്ചങ്ങ് പോയിക്കോളാം. ബോസിന് അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോകാനുള്ളതാ. അതാണ് പുള്ളി ഇറങ്ങാതെ പോയത്. സാറ് വേറെ ഒന്നും വിചാരിക്കരുത്. എന്നാൽ പിന്നെ എവിടെയെങ്കിലും വെച്ച് കാണാൻ സാർ എന്നും പറഞ്ഞ് നമ്മുടെ സ്വാമി പോവുക. അങ്ങനെ നന്മയുള്ള മനുഷ്യൻ നാട്ടിൽ ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണ് കുറച്ചൊക്കെ നല്ലതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. റോഷിനി ഋതികയെ ഫോൺ ചെയ്തിട്ട് പറയുന്നു, ഋതികെ, ഞാൻ കുറച്ച് ഫയൽ അങ്ങോട്ട് സെൻഡ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ വായിച്ചിട്ട് റിപ്പോർട്ട് തരണമെന്ന് സാറ് പറഞ്ഞിട്ടുണ്ട്. വളരെ അർജൻറ്റാ. അയ്യോ മേഡം, ഇത് നോക്കി റിപ്പോർട്ട് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആവില്ലേ? അപ്പോഴേക്കും എനിക്ക് വീട്ടിൽ പോകാൻ വൈകും. ഇവിടുത്തെ ഡ്യൂട്ടി ടൈം തീരുന്നതേ 5:30 എനിക്ക് അത്രയും സമയം കിട്ടും. അയ്യോ മേഡം, അതിനുള്ളിൽ ഇത് നോക്കി തീരില്ല. ഇപ്പോൾ തന്നെ സമയം 4:30 കഴിഞ്ഞു. എങ്കിലും ഞാൻ മാക്സിമം ശ്രമിക്കാം. ഞാനെങ്കിൽ വീട്ടിലൊന്ന് ഫോൺ ചെയ്ത് പറയട്ടെ ഞാൻ ലേറ്റ് ആവുമെന്ന്, അല്ലെങ്കിൽ അച്ഛൻ ടെൻഷനാകും. ഈ ഓഫീസിലെ ഡ്യൂട്ടി ടൈമിൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല. അത് സ്ട്രിക്റ്റാ. ഇവിടെ ജോലി ചെയ്ത് തീർക്കാൻ നോക്ക്. ഇവിടെ ജോയിൻ ചെയ്തതല്ലേ ഉള്ളൂ. ആദ്യമൊക്കെ കുറച്ച് ലേറ്റ് ആവും. എന്താ, ജോലി പഠിക്കണ്ടേ? പിന്നൊരു കാര്യം, രാജു പഴയ ഭർത്താവാണെന്നുള്ള ചിന്തയൊന്നും വെറുതെ മനസ്സിൽ കൊണ്ട് നടക്കണ്ട. അതിന്റെ കാരണം എന്താന്ന് വെച്ചാലേ, എൻ്റെ അച്ഛന് എന്നെ രാജുവിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ ഒരു പ്ലാനുണ്ട്. അതല്ലാതെ എനിക്കും രാജുവിനെ വളരെ ഇഷ്ടമാണ്. അതിനിടയിൽ പഴയതെന്തെങ്കിലും മനസ്സിൽ വെച്ച് സ്വർഗത്തിലെ കട്ടുറുമ്പാകാൻ വന്നാൽ തനിക്ക് റിസൈൻ ലെറ്റർ തരുന്നത് ഈ റോഷിനിയായിരിക്കും. ഓർമ്മ വെച്ചോ എന്നും പറഞ്ഞ് ദേഷ്യത്തോടെ അവൾ ഫോൺ കട്ട് ചെയ്യുക. അവൾ നേരത്തെ പറഞ്ഞതാണല്ലോ ഋതികയെ ഇവിടിട്ട് പൊരിക്കുമെന്ന്. നീ എത്രയൊക്കെ ശ്രമിച്ചാലും റോഷിനി, രാജു ആരാണെന്നും അവൻ്റെ മനസ്സിൽ എന്താണെന്നും നിനക്കറിയില്ലല്ലോ. നീ വെറുതെ മനപ്പായസം കുടിച്ചോണ്ട് അങ്ങനെ ഇരുന്നോ? റോഷിനിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പേടിയുണ്ട്. അതാണല്ലോ അവൾ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് രാജുവിന് ഋതികയെ ഇഷ്ടമല്ലെന്നും എന്നോടാ സ്നേഹമെന്നൊക്കെ അവളിങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കാൻ നോക്കുന്നത്. ഋതിയെ കാണാഞ്ഞ് വിഷമിച്ച് യാമിനി ഇങ്ങനെ പുറത്തു നിന്നും, ദൈവമേ ഈശ്വര, എൻ്റെ കുട്ടി വന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ടുകൊണ്ട് നിൽക്കുമ്പോൾ ആ ദുർഭൂതം അംബിക അവിടെ എത്തി നോക്കിയിട്ട്, നീ ആരെയാ യാമിനി നോക്കി നിൽക്കുന്നത്? ഋതിക മോൾ ഇതുവരെ വന്നില്ലല്ലോ ചേച്ചി. ഉടനെ അവിടെ ലൈസൻസ് ഇല്ലാത്ത നാക്കൊണ്ട് ആര് ചോദിക്കാൻ, ആരുപദേശിക്കാൻ? ഭർത്താവ് ഉപേക്ഷിച്ചു പോയി. അച്ഛനെന്ന് പറയുന്ന ആൾക്കൊരു കെൽപ്പ് പോലും ഇല്ലാതായി. ഇനി അവൾക്ക് എന്ത് വാകാവല്ലോ? ഇത്രയൊക്കെ ആയിട്ടും നിങ്ങൾക്ക് ആ പഴയ സ്വഭാവം നിർത്താറായില്ലേ ചേച്ചി? അങ്ങനല്ലടി യാമിനി ചോദിക്കണ്ട. ചെവിക്കരണം നോക്കി ഒന്ന് പൊട്ടിക്കടി. ഈ നാശങ്ങളൊക്കെ നിങ്ങൾ വരുത്തി വെച്ചിട്ടും എൻ്റെ ഭർത്താവും പ്രതാപേട്ടനും ഒക്കെ നിങ്ങളോട് ക്ഷമിക്കുന്നതേ അവരുടെ ആ കൂടപ്പറപ്പ് സ്നേഹം കൊണ്ടാ. അത് നിങ്ങൾ മറക്കരുത്. എടിയടി, മതിയടി നീ എന്നെ ഉപദേശിച്ചത്. പ്രതാപ് എന്നാണ്ട വെള്ള തുണിയിൽ ആകെ ചെളി പോരണ്ട് അങ്ങോട്ട് കയറി വരുന്നുണ്ട്. അയ്യോ പ്രതാപേട്ട, ഇത് എന്തു പറ്റി? മോനെ പ്രതാപ, എന്തു പറ്റിയതാടാ എന്ന് കള്ളി അഭിനയിച്ചോണ്ട് ചോദിക്കുന്നു. ആരോ റോഡിൽ കൂടെ കാർ ഓടിച്ചോണ്ട് പോയപ്പോ ചെളി തെറിച്ചതാ ചേച്ചി. ഏതവനാടാ നിന്റെ നേരെ ചെളി തെറിപ്പിച്ചത്? അതെനിക്കൊന്ന് അറിയണമല്ലോ. മനഃപൂർവ്വം അല്ലല്ലോ ചേച്ചി, അയാൾക്ക് പറ്റിയൊരു അബദ്ധമല്ലേ. എത്രയോ നന്മകൾ മനുഷ്യർക്ക് വേണ്ടി ചെയ്ത ഒരു മന്ത്രിയാ നീ. കേരളം മുഴുവൻ അറിയപ്പെടുന്ന ഒരു വ്യക്തി. ആ മഹത് വ്യക്തിയുടെ ഷർട്ടിലാണ് ചെളി തെറിപ്പിച്ചിരിക്കുന്നത്. ഇതൊക്കെ പറയാൻ നിനക്ക് എന്ത് യോഗ്യതയാടി കുലദ്രോഹി? നീ ഒരുത്തി കാരണമല്ലേടി ഈ കുടുംബം ഇങ്ങനെ ആയി മാറിയത്. അംബിക അഭിനയം നിർത്തുന്നില്ല. ഇങ്ങനെയുണ്ടോ നന്ദി കെട്ട മനുഷ്യർ? എടി, നിനക്കുണ്ടോ നന്ദി? ആദ്യം അതൊന്ന് ചിന്തിക്ക്. ഇപ്പോഴും ഓസിൽ ഫുഡ് അടിച്ച് അവിടെ കഴിയുക സൂചിച്ച്. ഞാൻ പറഞ്ഞല്ലോ ചേച്ചി, അയാൾക്ക് പറ്റിയൊരു അബദ്ധമാണെന്ന്. ആങ്ങളയോട് ഭയങ്കര സ്നേഹമുള്ള പോലെ അഭിനയിക്കുക അവള്. അയ്യോ എന്തു പറ്റി ചേട്ടാ എന്നും പറഞ്ഞ് ശേഖരൻ അങ്ങോട്ട് വരുന്നുണ്ട്. ഒന്നും പറ്റിയില്ല ശേഖര, കാർ ഓടിച്ച് നാളിൻ്റെ അശ്രദ്ധ കൊണ്ട് എൻ്റെ ദേഹത്തല്പം ചെളി പറ്റി. മോളെവിടെ യാമിനി? പ്രതാപേട്ട, മോൾ ഇതുവരെ വന്നിട്ടില്ല. മോൾ ഇതുവരെയും വന്നിട്ടില്ലെന്നോ? ഇപ്പോൾ നേരം സന്ധ്യ കഴിഞ്ഞല്ലോ. സാധാരണ ഓഫീസ് ടൈം 5 മണി വരെയല്ലേ ഉള്ളു. ഈ സമയം ഋതിക വളരെ കഷ്ടപ്പെട്ടിരുന്ന് ജോലി ചെയ്യുക. റോഷിനി ഫോൺ ചെയ്തിട്ട് ചോദിക്കുന്നു, നീ എന്താ കരയുവാണോ? അല്ല. നിന്റെ ശബ്ദം എന്താ അടച്ചു പോയോ? ഇങ്ങനെ അനങ്ങി ഇരിക്കാതെ പെട്ടെന്ന് ജോലി ചെയ്യടി. ഞാൻ 3-4 ദിവസം ടൂറിലായിരിക്കും. ഞാൻ പോകുന്നതിന് മുൻപ് എനിക്ക് ഇതെല്ലാം കിട്ടിയിരിക്കണം. പെട്ടെന്ന് തന്നെ എനിക്ക് റിപ്പോർട്ട് തയ്യാറാക്കി എനിക്ക് മെയിൽ ചെയ്യണം. ഞാൻ പറഞ്ഞത് കേട്ടല്ലോ. സങ്കടം കൊണ്ട് ഋതികയുടെ കണ്ണ് നിറയുന്നുണ്ട്. പക്ഷെ പറ്റില്ലല്ലോ. ഋതിക വീണ്ടും ജോലി തുടരുവാണ്. വീടിൻ്റെ വാതക്കൽ എല്ലാവരും ഇങ്ങനെ കാത്തു നിൽക്കുക ഋതിയെ. പ്രതാപൻ ഭയങ്കര വിഷമത്തിലാണ്. ചേട്ടാ, ഇങ്ങനെ വിഷമിക്കാതെ, മോളിങ്ങി വരും ചേട്ടാ. എനിക്ക് വല്ലാത്ത കുറ്റബോധമാ ശേഖര. എൻ്റെ മോളെ ജോലിക്ക് വിട്ടിട്ട് ഞാനിവിടെ വെറുതെ വീട്ടിൽ കുത്തിയിരിക്കുന്നു. അച്ഛൻ ജോലിക്കെങ്ങും പോകാതെ മോളെ ജോലിക്ക് വിട്ടിട്ട് വീട്ടിലിരുന്ന് സമ്പാദിക്കുവാന്ന് നാട്ടുകാർ പറയും.
അങ്ങനെയൊന്നും ആരും പറയില്ല ചേട്ടാ, അതൊക്കെ ചേട്ടൻ്റെ തെറ്റിദ്ധാരണയാ. യാമിനി ഉടനെ പറയാം, ശേഖരേട്ടാ മോൾ ഓഫീസിൽ നിന്ന് ഇറങ്ങിയോന്നൊന്ന് വിളിച്ചു ചോദിച്ചേ. അയ്യോ മോൾ ദാണ്ട ഫോൺ കട്ട് ചെയ്തല്ലോ. മോൾ ഫോൺ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ എങ്ങാനും എത്തി കാണുമായിരിക്കും പ്രതാപേട്ട. പ്രതാപൻ ആകെ കരച്ചിൻ്റെ വക്കിലെത്തി. പ്രതാപേട്ട വിഷമിക്കല്ലേ, മോൾ ഇപ്പോഴിങ്ങെത്തും എന്നൊക്കെ യാമിനി സമാധാനിപ്പിക്കുന്നുണ്ട്. ഇപ്പോഴും ഓഫീസിൽ നിന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുവാണ് ഋതിക. അങ്ങനെ സമയം ഒരുപാടായി. ഋതിക പെട്ടെന്ന് ബാഗ് എടുത്തുകൊണ്ട് വരുമ്പോൾ സെക്യൂരിറ്റി ചോദിക്കുന്നു, മേഡം സമയം ഒരുപാടായല്ലോ, 2 വീലർ ഉണ്ടോ മേഡത്തിന്? ഇല്ല, ഏതെങ്കിലും ഓട്ടോ പിടിക്കണം. അയ്യോ ഈ സമയത്ത് ഓട്ടോ ഒന്നും കിട്ടാൻ പാടാ, ഒരുപാട് നടക്കേണ്ടി വരും. ഋതിക ഉടനെ ചോദിക്കുക, ചേട്ടാ ആ റോഷ്നി മേഡത്തിനെ കണ്ടായിരുന്നോ? മേഡം പോയല്ലോ. എം ഡി ഉച്ചക്കേ പോയി. അപ്പോൾ ഋതികയ്ക്ക് മനസ്സിലായി അവൾ എന്നെ ചതിച്ചതാ. എന്നാൽ ശരിയേട്ടാ ഞാൻ പോട്ടെ എന്നും പറഞ്ഞ് ഋതിക അവിടെ നിന്ന് ഇറങ്ങുക. പ്രതാപൻ ആകെ ടെൻഷൻ അടിക്കുക. അയ്യോ എൻ്റെ മോൾ ഇത്രയും നേരമായിട്ട് എന്താ വരാത്തത്, എനിക്ക് ടെൻഷൻ കൊണ്ട് വയ്യാല്. പക്ഷെ എല്ലാവരുടെയും ചോര കുടിക്കാൻ നിൽക്കുന്ന ആ അംബികയ്ക്ക് ഒരു കുലുക്കവും ഇല്ല. എടാ ശേഖര, വീട്ടിലുള്ളവർ വിഷമിക്കുമെന്ന് നമുക്കറിയില്ലേ? നീ ഫോൺ ചെയ്തപ്പോൾ കട്ട് ചെയ്തെന്നല്ലേ നീ പറഞ്ഞത്? അതേ ഏട്ടാ. പിന്നെ വിളിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫാ. ഉടനെ യാമിനി പറയാം, അത് ചിലപ്പോൾ ചാർജ് തീർന്ന് ഫോൺ സ്വിച്ച് ഓഫ് ആയതാണെങ്കിലോ? പ്രതാപന് ടെൻഷനും ദേഷ്യവും കൊണ്ട് പോയാൽ ചാർജ് എങ്ങനെ തീരാനാ? ഇവളെന്താ എപ്പോഴും ഫോൺ ചെയ്തുകൊണ്ടിരിക്കുവാണോ? അല്ലെങ്കിൽ തന്നെ ഫോൺ ഓഫീസിൽ ചാർജ് ചെയ്യാൻ സൗകര്യമില്ലേ? എരിതീയിലോട്ട് എണ്ണ ഒഴിക്കാൻ അംബിക തുടങ്ങി. വേണോന്ന് വെച്ചാലേ വീട്ടിലോട്ടൊന്ന് വിളിച്ചു പറയണമെന്ന് ശ്രമിച്ചാൽ നടക്കും. ഇക്കാലത്തെ പെമ്പിള്ളാരില്ലേ ഇതിലൊന്നും യാതൊരു ശ്രദ്ധയും കാണില്ല. വീട്ടുകാർ വിഷമിക്കുന്നെങ്കിൽ അങ്ങോട്ട് വിഷമിച്ചോട്ടെ എന്നായിരിക്കും അവരുടെ മനസ്സിൽ. അവള് കൊണ്ടുവരുന്ന പൈസ കൊണ്ട് വെട്ടി വിഴുങ്ങാനിരിക്കുന്നവളായി പറയുന്നത്. പ്രതാപൻ പറയും, എടാ ശേഖര നീ ഒന്ന് പോയി നോക്ക്. അംബിക തുടങ്ങി, എടാ പ്രതാപ നീ എന്താ ഇങ്ങനെ? അവൾ 5 വയസ്സുള്ള കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ, പ്രായപൂർത്തിയായ വലിയൊരു പെണ്ണല്ലേ. അവളിങ്ങി വന്നോളും. ചേച്ചി അവള് വലിയ കുട്ടി ആയതുകൊണ്ടാണ് ഞാൻ അന്വേഷിക്കാൻ പറഞ്ഞത്. നീ ചെല്ലടാ ശേഖര. ശരിയേട്ടാ എന്നും പറഞ്ഞ് ശേഖരൻ ഓടിപ്പോവുക. ഈ സമയം രാജു മുകളിലെ ടെറസിൽ നിന്നുകൊണ്ട് ഫോൺ ചെയ്യുക. ആ സമയത്ത് ശേഖരൻ ഇങ്ങനെ ഫോണും പിടിച്ചോണ്ട് ഓടിപ്പോകുന്ന രാജു കണ്ടു. എന്തോ കാര്യമുണ്ടല്ലോ എന്നിങ്ങനെ രാജു പറയുക. ഇനി ഋതു വീട്ടിൽ തിരിച്ചെത്തിയില്ലല്ലോ, ദൈവമേ സമയം ഇത്രയായല്ലോ. രാജു ഉടനെ ഓഫീസിലെ സെക്യൂരിറ്റിയെ വിളിച്ച് ചോദിക്കുന്നു, ഓഫീസിൽ ആരെങ്കിലും ഇരിപ്പുണ്ടോ? എല്ലാവരും പോയി സാർ. അവസാനമായിട്ട് പോയ കുട്ടിയുടെ പേര് ഋതിക എന്ന. ആ കുട്ടി കണ്ട് ഇപ്പോൾ പോയതേ ഉള്ളൂ. ഒരു ഹോട്ടൽ കയറിയാ പോയത്. ഇത്ര പറഞ്ഞത് കേട്ടോ രാജു ഇറങ്ങി ഓടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വേണിവട്ടൻ അങ്ങോട്ട് വരും. അച്ഛാ ഞാനൊന്ന് പുറത്ത് പോയിട്ട് വട്ടെ. ഇതാണ്ട രാധമ്മ ഓടി വരുന്നത്. ഈ രാത്രിയിൽ എവിടെ പോകാനാ? എങ്ങോട്ടും പോകണ്ടാടാ. അമ്മേ ഒരത്യാവശ്യ കാര്യമാണ്, ഞാൻ പെട്ടെന്ന് വരാം. നിന്നോട് ഇപ്പൊ പോകണ്ടെന്നല്ലേ പറഞ്ഞത്? ഉടനെ വേണിവട്ടൻ, എടി അവൻ എന്തെങ്കിലും അത്യാവശ്യ കാര്യം കാണും, പോയിട്ട് വരട്ടെ. നീ പോയിട്ട് വാടാ. ശരി അച്ഛാ എന്നും പറഞ്ഞ് രാജു ഓടുക. അച്ഛനും കൊള്ളാം മോനും കൊള്ളാം. മോനെ അങ്ങ് അഴിച്ചു വിട്ടേക്കുക, അല്ലെങ്കിൽ പിന്നെ ഞാൻ പറയുന്നത് ആര് കേൾക്കാന്? ഋതിക ഇങ്ങനെ നടന്നു വരുവാണ്. സമയത്ത് 2 മദ്യപാനികൾ ഇങ്ങനെ ഋതികയെ കാണുക. എടാ അളിയ ഇവളെ കൊള്ളാലോ, വാടാ. ഋതിക ഇങ്ങനെ ഭയന്ന് വിറച്ച് നടന്നു പോവുക. അവന്മാര് പിന്നാലെ വരുന്നത് കണ്ടോണ്ട് ഋതിക ഓടുക. നിക്കടി അവിടെ. അവന്മാരും പുറകിന് ഓടുക. അങ്ങനെ ഓടി വന്ന് 2 പേരും ഋതികയുടെ കൈക്കിങ്ങനെ പിടിക്കുക. അപ്പോൾ നമ്മുടെ രാജു കാറിൽ ദാണ്ട് അങ്ങോട്ട് വന്നു കഴിഞ്ഞു. രാജു നോക്കുമ്പോൾ അവൻ്റെ ഋതികയുടെ കൈക്ക് 2 ആണുങ്ങളിങ്ങനെ പിടിച്ചിരിക്കുന്നു. രാജുവിന് അത് സഹിക്കുമോ? അപ്പോൾ ഫ്രണ്ട്സ് ഇനി എന്തായിരിക്കും അവിടെ നടക്കാൻ പോകുന്നത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. രാജു വന്ന് അവന്മാരെ അടിച്ച് വീഴ്ത്തും. അവൻ്റെ ഋതിയെ അങ്ങോട്ട് അവൻ പോവുകയും ചെയ്യും. അതിനുശേഷം എന്തൊക്കെയാണ് ഇനി നടക്കാൻ പോകുന്നതെന്ന് നമുക്ക് നാളത്തെ റിവ്യൂവിൽ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.